ഏപ്രിൽ മാസം പരിശുദ്ധാത്മാവിന്റെ വണക്കമാസം. പരിശുദ്ധാത്മാവിനോടുള്ള വിശ്വാസ പ്രമാണത്തിൽ ഏറ്റുപറയുന്നത് ഇപ്രകാരമാണ്: പിതാവിൽ നിന്ന് പുറപ്പെടുന്നവനും കർത്താവും ജീവദാതാവുമായ പരിശുദ്ധാത്മാവ് പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാരിൽ സംസാരിച്ചവനുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസം തിരുസഭയുടെ വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്. കാരണം സഭയുടെ വിശ്വാസ പാരമ്പര്യം ഉത്ഭവിക്കുന്നതും പരിരക്ഷിക്കുന്നതും തലമുറകളിലേക്ക് പരിക്രമം ചെയ്യുന്നതും പരിശുദ്ധാത്മാവാണ്. വിശുദ്ധ ഗ്രന്ഥം ദൈവനിവേശിതമായി രചിച്ചതും സഭാപിതാക്കന്മാരിലൂടെ സഭയുടെ വിശുദ്ധ പാരമ്പര്യം സംരക്ഷിച്ചതും സഭയുടെ വിശുദ്ധ കൂദാശകളിലൂടെ വരപ്രസാദം പകർന്നു നൽകുന്നതും പ്രാർത്ഥനകളിൽ വിശ്വാസികൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നതും പരിശുദ്ധാത്മാവാണ്. വിവിധ ജീവിതാന്തസ്സുകളിലേക്ക് വിശ്വാസികളെ തിരഞ്ഞെടുത്ത് നയിക്കുന്നതും സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് ശക്തി നൽകുന്നതും സഭയുടെ പരിശുദ്ധിയെ പരിരക്ഷിക്കുന്നതും പരിശുദ്ധാത്മാവായ ദൈവമാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ രക്ഷാകര ചരിത്രത്തിൽ പരിശുദ്ധാത്മാവിന്റെ നിർണായകമായ സ്ഥാനത്തെ ഊന്നിപ്പറയുന്നുണ്ട്. രൂപരഹിതവും ശൂന്യവുമായ അനാദിയിലെ ആഴങ്ങൾക്ക് മീതെ ചലിച്ചുകൊണ്ടിരുന്ന ദൈവാത്മാവാണ് സകല സൃഷ്ടികർമ്മത്തിനും പിന്നിൽ പ്രവർത്തിച്ചതെന്ന് ഉൽപ്പത്തി ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പിതാവും വചനവും അരൂപിയും ചേർന്ന് നടത്തുന്ന രക്ഷാപദ്ധതി യുഗങ്ങളുടെ പൂർണ്ണത വരെ മനുഷ്യബുദ്ധിക്ക് മുന്നിൽ ആവൃതമായ രഹസ്യമാണ്. മനുഷ്യനിൽ ജീവശ്വാസമായി പ്രവേശിച്ച പരിശുദ്ധാരൂപി അവന് ദൈവികമായ ഛായയും സാദൃശ്യവും നൽകി. എന്നാൽ പാപത്തിലൂടെ മനുഷ്യൻ അവ നഷ്ടമാക്കിയപ്പോൾ മനുഷ്യാവതാരം ചെയ്ത ദൈവപുത്രനിൽ സത്താപരമായ ദൈവഛായയും സാദൃശ്യവും തീർത്തുകൊണ്ട് പരിശുദ്ധാരൂപി പരിശുദ്ധത്വത്തിന്റെ രക്ഷാപദ്ധതി പരിപൂർത്തിയിലെത്തിച്ചു. അബ്രഹാം മുതലുള്ള സകല പൂർവികരോടുമുള്ള ദൈവത്തിന്റെ വാഗ്ദാനം നിറവേറ്റിയത് പരിശുദ്ധാത്മാവാണ്. പ്രവാചകന്മാരിലൂടെ കാലാകാലങ്ങളിൽ ദൈവിക സന്ദേശം ദൈവജനത്തിന് നൽകിയതും പരിശുദ്ധാത്മാവാണ്. ചുരുക്കത്തിൽ പെന്തക്കോസ്താ ദിനത്തിൽ മാത്രം രംഗപ്രവേശം ചെയ്ത ദൈവമല്ല പരിശുദ്ധാത്മാവ്. രക്ഷാകര ചരിത്രത്തിലുടനീളം അവിടുത്തെ നിറസാന്നിധ്യമുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഞങ്ങളെ ഫോളോ ചെയ്യാനും മറക്കല്ലേ.